നമസ്കാരം. രേഖാമൂലത്തിലേക്ക് സ്വാഗതം. നൂറ്റാണ്ട് മുമ്പാണ്, കൃത്യം 110 കൊല്ലം മുമ്പ് 1915 ആഗസ്റ്റ് 11 ബ്രിട്ടീഷ് ഭരണം കത്തി നിൽക്കുന്നു. നാട്ടുരാജ്യങ്ങൾ ആ അധികാര നിഴലിൽ പരുങ്ങിക്കൂടുന്നു. അപ്പോഴാണ് തിരുവിതാംകൂർ രാജ്യത്തെ ഒരു പ്രജ മദിരാശിയിലെ ഒരു അധികാര പ്രമാണിക്ക് കൊല്ലത്ത് നിന്ന് ഒരു കത്തയക്കുന്നത്. കത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കാം. ആദ്യ ലക്കം വന്നപ്പോൾ തന്നെ അങ്ങേക്ക് പത്രം നിരസിക്കാൻ കഴിയുമായിരുന്നു. ഏതോ കാരണത്താൽ അങ്ങത് ചെയ്തില്ല. എന്തായാലും ഇത്രയും നീണ്ട കാലം പത്രം സ്വീകരിച്ച ശേഷം ബില്ല് വരുമ്പോൾ അടയ്ക്കാനുള്ള ബാധ്യത അങ്ങേക്ക് തിരിച്ചറിയാനാവുന്നില്ല എന്നത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കൂസലില്ലാത്ത വാക്കുകളിൽ ഈ കത്തയക്കുന്നത് TK മാധവനാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച സാമൂഹ്യ സംഘാടകരിൽ ഒരാളും നവോത്ഥാന നായകനും വൈക്കം സത്യഗ്രഹത്തിൻ്റെ മുഖ്യ ചാലകശക്തിയുമായിരുന്ന അതേ TK മാധവൻ. കൊല്ലത്തു നിന്നിറങ്ങിയ ദേശാഭിമാനിയുടെ മാനേജരായിരുന്നു ഈ കത്തെഴുതുമ്പോൾ ആ 30-കാരൻ. കത്തയച്ചിരിക്കുന്നത് പഴമനേരി സുന്ദരം ശിവസ്വാമി അയ്യർ എന്ന PSS അയ്യർക്കാണ്. ആൾ ചില്ലറക്കാരനല്ല, മദ്രാസ് പ്രസിഡൻസിയിലെ അധികാര കേന്ദ്രം. മാധവൻ ഈ കത്തയക്കുമ്പോൾ ബ്രിട്ടീഷുകാരനായ ഗവർണർ ജോൺ സിൻക്ലയർക്ക് തൊട്ടു പിന്നിൽ സ്ഥാനമുള്ള 3-അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം. തിരുവിതാംകൂറിന്മേൽ മദ്രാസ് പ്രസിഡൻസിക്ക് പല നിയന്ത്രണങ്ങളുമുള്ള കാലമാണെന്നുകൂടി ഓർക്കാം. അതൊന്നും വകവെക്കുന്ന വ്യക്തിത്വമായിരുന്നില്ല മാധവൻ്റേതെന്ന് രേഖാമൂലം ബോധ്യപ്പെടുത്തുന്നു ഈ കത്ത്. 1915 മാധവൻ കൊല്ലത്ത് നിന്ന് ദേശാഭിമാനി ആരംഭിച്ചത്. പേരിന് പ്രേരണ സ്വദേശാഭിമാനി പത്രം തന്നെ. കത്തെഴുതിയിരിക്കുന്ന ലെറ്റർ പാഡിൽ കാണുന്നത് പോലെ നന്നായി നടത്തുന്ന ആധുനികമായ ഒരു ഇംഗ്ലീഷ് മലയാളം വരികയായിരുന്നു അത്. 4 രൂപയായിരുന്നു വാർഷിക വരിസംഖ്യ. ഇനി നമുക്ക് കത്തിലേക്ക് മടങ്ങി വരാം. ദേശാഭിമാനിയുടെ കോപ്പി മാധവൻ PSS അയ്യർക്ക് അയക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ പത്രത്തിന് പണം തരാൻ കഴിയില്ല എന്നറിയിച്ച് അയ്യർ അയച്ച കത്തിന് മറുപടിയായാണ് മാധവൻ്റെ കത്ത്. 7-ാം തീയതി താങ്കൾ അയച്ച കത്ത് കിട്ടി. താങ്കൾ ദേശാഭിമാനി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ പ്രസിഡൻസിയിൽ ഗവർണർക്ക് തൊട്ടടുത്ത സ്ഥാനക്കാരനെന്ന നിലയ്ക്ക് അങ്ങേക്ക് പൊതുജനാഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരു പത്രം എന്തുകൊണ്ട് അയച്ചുകൂടാ എന്നത് ആശ്ചര്യപ്പെടുത്തുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കത്തിൽ തുടർന്നാണ് വായിച്ച പത്രത്തിന് പണം തരില്ലെന്ന് പറയുന്നതിലെ അന്യായം ചൂണ്ടിക്കാട്ടുന്ന വരി എഴുതുന്നത്. അതുകൊണ്ട് അങ്ങേപ്പോലെ ഒരു പ്രമുഖ വ്യക്തിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വിഷയം ഒരിക്കൽ കൂടി പരിഗണിച്ച് ഞങ്ങളുടെ ബിൽ തുക അടയ്ക്കണം എന്ന് പറഞ്ഞാണ് മാധവൻ കത്ത് അവസാനിപ്പിക്കുന്നത്. കത്തിന് മറുപടി ഉണ്ടായോ, അയ്യർ പണമടച്ചോ എന്നൊന്നും നാഷണൽ ആർക്കൈവ്സ് ഫയലിൽ വ്യക്തമല്ല. സമുദായ ഉന്നമനം എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചു തന്നെയായിരുന്നു ദേശാഭിമാനിയുടെ ആദ്യ ലക്കം 1915 ഏപ്രിൽ ഇറങ്ങിയത്. 1-ാം ലോകയുദ്ധവും നടത്തിപ്പിലെ ചില തർക്കങ്ങളും പത്രത്തിന് വിനയായി. പക്ഷേ പിന്നീട് 1917 TK മാധവൻ്റെ പത്രാധിപത്യത്തിൽ ദേശാഭിമാനി വീണ്ടും മഷി പുരണ്ടു. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കും സർവാധിപത്യത്തിനുമെതിരെയുള്ള 2 സമരധാരകളും സമന്വയിപ്പിക്കണം എന്നതായിരുന്നു മാധവൻ്റെ കാഴ്ചപ്പാട്. 1930 ഏപ്രിൽ 27 TK മാധവൻ അന്തരിക്കുന്നത് 44-ാം വയസ്സിൽ.